ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് യോഗയുടെ ഒരു ക്ലാസ് ഉണ്ട്. അത് മുനിസിപ്പാലിറ്റിക്കാർ നടത്തുന്നതാണ്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വയ്ക്കും. അപ്പോൾ അവർ വിളിക്കുന്നതനുസരിച്ച് നമ്മൾ പോകണം. അപ്പോൾ ഒരു ക്ലാസ്സിന് തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിന് പോവുകയാണ്. ഇന്ന് 10 മണിക്ക് ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു ഇന്നലെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ റെഡിയായി എല്ലാം കഴിഞ്ഞ് വീടും പൂട്ടി ഇറങ്ങുകയാണ്, അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയെല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഇത് പിന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വഴി, വീടിൻ്റെ അങ്ങോട്ടുള്ള. ഇത് ഞങ്ങൾ എല്ലാം കസിൻസാണ് ഇവിടെ താമസിക്കുന്നതെല്ലാം. അപ്പോൾ ഇതാണ് റോഡിലോട്ടുള്ള വഴി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ താഴെ ഭാഗത്തോട്ടുള്ള റോഡ്, അതായത് ജംഗ്ഷനിലോട്ട് പോകുന്ന ഭാഗങ്ങളല്ലേ കാണിച്ചു തന്നത്. ഇത് നേരെ, അത് ഞാൻ റൈറ്റിലോട്ടാണ് തിരിഞ്ഞത് ഇവിടെ നിന്ന്. ഇത് ഞാൻ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. രണ്ട് സൈഡിലും താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ, റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ജംഗ്ഷനിലോട്ടും പോവാം. ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ചെങ്കോട്ട പുനലൂർ റോഡിലോട്ടും പോയി ഇറങ്ങാം. രണ്ട് വഴി കൂടെയും എങ്ങനെ വേണേലും പോവാം. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് നടക്കാണ്. രാവിലത്തെ ഓഫീസ് ടൈം, സ്കൂൾ ടൈം സമയത്തൊന്നും നമുക്ക് ഈ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. കാരണം ഷോർട്ട് കട്ടാണ് ഇത്. പുനലൂർ റോഡിലോട്ട് പോകേണ്ടവർക്കും ഇതുവഴി ജംഗ്ഷനിൽ പോവാതെ ഈ റോഡിൽ കൂടെ കയറി ഇറങ്ങാൻ പറ്റും. അതുപോലെ പുനലൂരിൽ നിന്ന് കോട്ടയം റൂട്ടിലോട്ട് പോകേണ്ടവർക്കും ഇതുവഴി പോയി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ജംഗ്ഷനിലോട്ട് പോകാതെ പോകാൻ പറ്റും. അതുകൊണ്ട് നിറച്ച് റോഡിൽ വണ്ടിയുള്ള ടൈമാണ്. പക്ഷേ ഇപ്പം ഞാൻ ആ ടൈം ഒരു 10 മണി കഴിഞ്ഞുകൊണ്ടാണ് വണ്ടികളൊന്നും കാണാത്ത. ഇത് റൈറ്റ് സൈഡിൽ നിസ ഓഡിറ്റോറിയം എന്ന് പറയും. ഒരു കാലത്ത് ഇവിടെയുള്ള കല്യാണങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. ഇപ്പോൾ അതെന്തോ ഇഷ്യൂ കാരണം അതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. ഇപ്പോൾ അത് വർക്കിംഗ് അല്ല ഓഡിറ്റോറിയം. ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നതിൽ നേരെ നോക്കുമ്പോൾ കാണാം, അതാണ് റോഡ്. അതാണ് മെയിൻ ചെങ്കോട്ട പുനലൂർ റോഡ് എന്ന് പറയും. അപ്പോൾ ആ റോഡിൻ്റെ അവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് സ്കൂളിലും റോഡെല്ലാം അടുത്താണ്. അപ്പോൾ ഈ സ്കൂളിൽ വെച്ചാണ് എല്ലാ പ്രാവശ്യവും നടത്തുന്നതെല്ലാം. മുനിസിപ്പാലിറ്റിയുടെ എന്തെങ്കിലും കാര്യങ്ങളും മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും, ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഫംഗ്ഷനും അങ്ങനെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇവിടെ വെച്ചാണ് നടത്താറ്. അപ്പോൾ ഇവിടെ സ്കൂളിൽ ഒരു മദർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ താമസം ഉള്ളത്, വേറെ ആരും ഇല്ല. പിന്നെ ഈ ബിൽഡിങ് മൊത്തം വർക്കിംഗ് അല്ല. ഈ ബിൽഡിങ് ക്ലോസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ഒരു അംഗൻവാടി ഉണ്ട്, അതിൻ്റെ അവിടെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇത് അംഗൻവാടിയിലെ ടീച്ചറാണ് ഈ നടന്നു വരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് പിള്ളേരും ഉണ്ട്. അപ്പോൾ ഇതാണ് അംഗൻവാടിയുടെ അകം. അപ്പോൾ ഞാനവിടെ ഇരുന്നപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. ഇത് പിന്നെ ആ സ്കൂളിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. ബാക്ക് സൈഡ് ഫുള്ള് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടും പഴയ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രമേ വർക്കിംഗ് ഉള്ളൂ. ഇപ്പോൾ ഞാൻ കാണിച്ചില്ല, ഈ ഒരു പോർഷൻ മാത്രമേ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളൂ സ്കൂളിൽ. ബാക്കി ഫ്രണ്ടിലോട്ടുള്ള ബിൽഡിംഗ് എല്ലാം ഇപ്പോൾ വർക്കിംഗ് അല്ല, നിർത്തി വെച്ചേക്കാണ്. ഇപ്പോൾ ഒരു 5 വരെ എങ്ങാണ്ടും ഉള്ളൂ എന്ന് തോന്നുന്നു അവിടെ ക്ലാസ്സുകൾ. അപ്പോൾ എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ, ഏകദേശം എനിക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ബാക്കിൽ. താഴെയാണെങ്കിൽ വയലാണ്. നല്ല രസമാണ് കാണാൻ. താഴെ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഷൂട്ട് ചെയ്തിടാം. ഞാൻ എൻ്റെ പഴയ വീഡിയോസിലെല്ലാം ഞാൻ താഴത്തെ വയലും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ആ സ്കൂളിപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് വർക്കിംഗ് ഇല്ല അവിടെ അല്ല. ഇവിടെ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചെറിയൊരു അംഗൻവാടി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. ഇത് ഇവരുടെ തന്നെ ഈ സ്കൂളുകാരുടെ ബസ്സൊക്കെയാണ്. ഇവിടുത്തെ അല്ല, വേറെ അവരുടെ കോളേജിലെ ബസ്സാണ്. പിന്നെ ഇത് ബിൽഡിങ് കണ്ടില്ലേ, ഇതിപ്പോൾ ഉപയോഗിക്കാതെ വർഷങ്ങളായിട്ട് ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവിടെ ആളും അനക്കൊന്നും ഇല്ല. ഇപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് അപ്പുറത്തെ സ്കൂളും വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് ഇവിടെ ആളൊന്നും കുറവാണ്. ഇപ്പോൾ ഞാനാണ് ആദ്യം എത്തിയത്. ഞാൻ എത്തിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് മറ്റുള്ളവരെ വരാൻ വേണ്ടി. ടീച്ചറും വന്നിട്ടില്ല, ടീച്ചറും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എല്ലാവരും അപ്പോൾ എത്തിയിട്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് ഞങ്ങൾ ക്ലാസ്സിലോട്ട് കയറുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇത് ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഷൂട്ട് ചെയ്യാൻ ഞാൻ ട്രൈപോഡ് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു ഷൂട്ട് ചെയ്ത് തരാനൊന്നും. അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ഒരു പ്രാവശ്യത്തെ ക്ലാസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യാം, പെർമിഷൻ മേടിച്ചിട്ട്. ഇപ്പോൾ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പുറത്തോട്ട് എല്ലാവരും ഇറങ്ങി, ഓരോരുത്തർ പോകാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞാനും വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ ഇറങ്ങാൻ ഗേറ്റ് അവിടെയാണ്. ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിറങ്ങി. അവിടെ ഒരു പട്ടിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ അതിനെ നോക്കി നിന്നതാണ്.
ഇവിടെ ഒരു മദർ താമസമുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ കാണുന്ന റൈറ്റ് സൈഡിലൂടെ ഇവിടെയാണ് മദർ താമസിക്കുന്നത്. മദർ ഒറ്റയ്ക്കേ ഉള്ളൂ, പിന്നെ ഒരു പട്ടിയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് ഇറങ്ങുകയാണ്. ഹായ്, അപ്പം ഞാൻ യോഗ ക്ലാസ്സിന് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് കുറച്ച് കൂടുതൽ ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞു. ചെയ്ത് ആകെ ടയേർഡായി, മൊത്തം വേർത്ത് ഇതായി ഇരിക്കുകയായിരുന്നു. അത് വേഗം വന്നൊന്ന് ഫ്രഷായി കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ പിന്നെ രണ്ടാമത് വീഡിയോ എടുക്കുന്നത്. അത് ഞാൻ കുറച്ച് യോഗ ചെയ്യുന്നതൊക്കെ പിടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കില്ല, വേറെ ആരും കൂടിയില്ലായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും. പിന്നെ ട്രൈപോഡൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മൊത്തം ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. യോഗ ചെയ്യുന്നതോ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞാൻ എടുക്കാതിരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ചെറിയൊരു കുഞ്ഞൊരു വ്ളോഗാണ് ചെയ്തത്. ഇപ്പോൾ പുതിയ വ്ളോഗായിട്ട് അടുത്ത കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.